നമ്മുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ വികാരങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ, നിയന്ത്രിക്കുവാൻ, അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സുകൾ, നമ്മൾ ഫീൽ ചെയ്യുന്ന സ്ട്രെസ്സുകളെ നമുക്ക് ലഘൂകരിക്കുവാനുള്ള ഏറ്റവും എളുപ്പമായൊരു മാർഗം നമ്മളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ലൈഫ് സ്കില്ലിൻ്റെ മദർ ഓഫ് ദി ലൈഫ് സ്കിൽ എന്നറിയപ്പെടുന്ന സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സെൽഫ് അവെയർനെസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെവർ കമ്പയർ യുവർ സെൽഫ് ടു എനിവൺ. നമ്മളെ മറ്റുള്ളവരുമായി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആരാണോ എന്ന് സ്വയം മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം സ്ട്രെങ്തിനെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഈ നെവർ കമ്പയർ യുവർസെൽഫ് ടു എനിവൻ എന്നുള്ളതിൻ്റെ അതേ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നത് എക്സെപ്റ്റ് ദ പ്രീവിയസ് യു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം. നിങ്ങളുടെ പുതിയ നിങ്ങളും പഴയ നിങ്ങളും തമ്മിലുള്ള അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങളുടെ ക്യാരക്ടർ എന്താണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് തന്നെ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് പല സ്ട്രെങ്തും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പുതിയ നിങ്ങളും പഴയ നിങ്ങളും തമ്മിലുള്ള കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അതേ പ്രാധാന്യത്തോടു കൂടി നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, അതുപോലെ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ വിജയിക്കുകയും പിന്നെ നല്ല നിലയിൽ അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതൊക്കെ ഡിസയറാണ്, ഏതൊക്കെ തീരുമാനങ്ങളാണ് വിജയിച്ചത്, ഏതൊക്കെ തീരുമാനങ്ങളാണ് പരാജയപ്പെട്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ അനിഷ്ടങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ താലോലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന നിങ്ങളുടെ കഴിവുകളുണ്ട്, സ്കിൽസുകളുണ്ട്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്വയം തിരിച്ചറിയലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവ് ടോക്കുകൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ടോക്സ് ആണ്, എന്തൊക്കെ നെഗറ്റീവ് അഫർമേഷൻസുകളാണ് നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതെന്ന് സ്വയം തിരിച്ചറിയുക. ഇത്തരത്തിൽ നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇടം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ തലം, അതായത് സ്വയം സന്തോഷം ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും.